എല്ലാവരെയും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് ഫ്ലോ അനാലിസിസ് അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ വേണ്ടി എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടി വരും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മാത്രം പ്രിപ്പയർ ചെയ്യാനായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എന്ത് തന്നെയായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ ഈസിയാണ്, പക്ഷേ ഒരുപക്ഷെ കുട്ടികൾക്ക് അത് ഫോളോ ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഒരു ക്ലാസ് കണ്ടത് പഠിച്ചെടുക്കാം കേട്ടോ. വളരെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആ ഒരു സ്റ്റെപ്പുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമതായിട്ട് നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. രണ്ടാമതായിട്ട് പ്രിപ്പയറിംഗ് ഓൾ നോൺ കറണ്ട് അക്കൗണ്ട്സ് ടു അസർട്ടൈൻ ഇൻഫ്ലോസ് ഓർ ഔട്ട്ഫ്ലോസ് ഓഫ് ഫണ്ടിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ട് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നോൺ കറണ്ട് അക്കൗണ്ടുകൾ നമുക്ക് തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ ആ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് നമ്മൾ പിന്നീട് അടുത്തുള്ള ക്ലാസ്സുകൾ പഠിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റിംഗ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കണം ഈ വർഷത്തെ. അതുകൂടാതെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയും വേണം അല്ലേ. അപ്പോൾ അതിൽ ഒന്നാമത്തേത് ഈ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ളതെന്ന് നോക്കണം. അതിന് മുമ്പായിട്ട് എന്താണ് ഈ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു ദ ഒബ്ജക്റ്റ് ഓഫ് പ്രിപ്പയറിംഗ് എ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ടു അസർട്ടൈൻ ദ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ. അപ്പോൾ ഇവിടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് ഒരു വർഷത്തെ ഈ ഒരു കറണ്ട് ഇയറിലെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വന്നിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. ഇഫ് ടു അസർട്ടൈൻ ദ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ. അല്ലെ നമുക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു സെൻറ്റൻസ് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം. ദ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് that shows how the working capital of a business has increased or decreased over a period. അപ്പോൾ ഈ ഒരു വർഷം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ വന്നിരിക്കുന്നത് ഡിക്രീസ് ആണോ വന്നിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അങ്ങനെ നിങ്ങൾക്കത് സിമ്പിളായിട്ട് എഴുതി വയ്ക്കാം. അതിന് നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. ആ ഒരു ഫോർമുല എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്കിവിടെ കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകാം. ജസ്റ്റ് മനഃപ്പാടമാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം വരുമ്പോൾ കൺഫ്യൂഷൻ വരും, പിന്നീട് മറന്നു പോകാം. അങ്ങനെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠനം അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ നോക്കുക, ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഫോർമുലയാണ്. നമ്മുടെ കറണ്ട് അസറ്റ്സിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത് അല്ലേ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക, വെൻ കറണ്ട് അസറ്റ് ഇൻക്രീസസ്, കറണ്ട് അസറ്റ് കൂടുമ്പോൾ ദർ ഈസ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ കറണ്ട് അസറ്റ് കൂടുമ്പോൾ നമുക്ക് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള കോളത്തിൽ ആ എമൗണ്ട് എത്രയാണോ കൂടിയിരിക്കുന്നത് അത് എഴുതേണ്ടതുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് എഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നോക്കുക, കറണ്ട് അസറ്റ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുകയാണ്. അതായത് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് പ്രവർത്തന മൂലധനമാണ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിക്കാനുള്ള എമൗണ്ട് കൂടുകയാണ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺഡേ ഡെപ്റ്റേഴ്സ് അല്ലേ, അത്തരത്തിലുള്ള ആ ഒരു അസറ്റുകളെയാണ് നമ്മുടെ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അസറ്റ്സ് എത്രമാത്രം കൂടുന്നുണ്ടോ അതിനനുസരിച്ച് എന്ത് സംഭവിക്കും, നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലും നമ്മുടെ കയ്യിൽ കൂടുന്നു അല്ലേ. അതായത് നോക്കിയാൽ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചാണ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കറണ്ട് അസറ്റ്സ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുമെന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നോക്കാൻ വേണമെങ്കിൽ 10 രൂപയാണ് കറണ്ട് അസറ്റ്സ് എന്ന് ഓർക്കുക, 7 രൂപയാണ് കറണ്ട് ലയബിലിറ്റി എങ്കിൽ 10 - 7 എത്രയാണ്, 3 രൂപ കിട്ടും അല്ലേ. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി ഇവിടെ കറണ്ട് അസറ്റ് കൂട്ടി നോക്കുകയും 10 എന്നുള്ളത് നമ്മൾ 12 ആയിട്ട് കറണ്ട് അസറ്റ് മാറ്റി. അപ്പോൾ നമുക്ക് 7 തന്നെ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കറണ്ട് അസറ്റ് കൂടി ഇപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി അല്ലേ. ഇവിടെ 3 എന്നുള്ളത് ഇവിടെ എത്രയായിട്ട് മാറി, 5 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ കറണ്ട് അസറ്റ് കൂടുമ്പോൾ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നു അല്ലേ. അതവിടെ പറഞ്ഞിരിക്കുന്നത് കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും അല്ലേ. ഇനി കറണ്ട് അസറ്റ് കുറയുകയാണെങ്കിലോ ഇവിടെ 10 എന്നുള്ളത് 8 ആയിട്ട് മാറിയോ അല്ലെങ്കിൽ 12 എന്നുള്ളത് 8 ആയിട്ട് മാറുകയോ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു,
ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ 1 ആയിട്ട് കുറഞ്ഞു അല്ലേ. അപ്പോൾ അത് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, അത് വർക്കിംഗ് ക്യാപിറ്റലിനെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ കറണ്ട് അസറ്റ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുകയും കറണ്ട് അസറ്റ് കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് കറണ്ട് ലയബിലിറ്റിയുടെ കേസിലുള്ളത് കേട്ടോ. അതായത് കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചല്ലേ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ നമുക്ക് മനസ്സിലാക്കാം, കറണ്ട് ലയബിലിറ്റി കൂടുമ്പോൾ നമുക്ക് ബിസിനസ്സിൽ ഉപയോഗിക്കാനുള്ള ഒരു ഫണ്ടിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ, വർക്കിംഗ് ക്യാപിറ്റൽ കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുത്ത് നോക്കി, 10 - 7 3 വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ കറണ്ട് അസറ്റ് സെയിം ആയിട്ട് 10 തന്നെ എടുത്തിട്ട് കറണ്ട് ലയബിലിറ്റി 4 ആയിട്ട് കുറയ്ക്കുമ്പോൾ, അതായത് 7 എന്നുള്ളത് 4 ആയിട്ട് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൽ 3ൻ്റെ സ്ഥാനത്ത് ഇവിടെ എത്രയായിട്ട് വരും, ഇവിടെ 6 കൂടും അല്ലേ, വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. അപ്പോൾ കറണ്ട് ലയബിലിറ്റി കുറയും തോറും വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നു അല്ലേ. ഇവിടെ കറണ്ട് ലയബിലിറ്റി കൂടുകയാണെങ്കിലോ 7 എന്നുള്ള 8 ആകുമ്പോഴെന്ന് സംഭവിക്കും, ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ 2 ആയിട്ടത് കുറയും അല്ലേ. അപ്പോൾ കറണ്ട് ലയബിലിറ്റി കൂടും തോറും വർക്കിംഗ് ക്യാപിറ്റൽ കുറയും, കറണ്ട് ലയബിലിറ്റി കുറയും തോറും വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസിന് കാരണമാകുന്നു, കുറവിന് കാരണമാകുന്നു. വെൻ കറണ്ട് ലയബിലിറ്റി ഡിക്രീസസ്, കറണ്ട് ലയബിലിറ്റി കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നു അല്ലേ. അപ്പോൾ ഇവിടെ കറണ്ട് ലയബിലിറ്റിയുടെ കേസിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണെന്ന് ഓർത്തിരിക്കുക. കറണ്ട് അസറ്റ് ആണെങ്കിൽ കറണ്ട് അസറ്റ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും, കറണ്ട് അസറ്റ് കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ കറണ്ട് ലയബിലിറ്റി കൂടുമ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റൽ കുറയുന്നത്, കറണ്ട് ലയബിലിറ്റി കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുകയും ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു എഫക്റ്റ്, ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട്, പിന്നെ കറണ്ട് അസറ്റ്സ് ഏതാണ് കറണ്ട് ലയബിലിറ്റി ഏതാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ഫോർമാറ്റ് അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ, ഒരു പർട്ടിക്കുലർ കോളം ഉണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് 4 എമൗണ്ട് കോളങ്ങൾ എഴുതാനുള്ള 4 കോളങ്ങൾ ഒരേ വലുപ്പത്തിലുള്ള 4 കോളങ്ങൾ വരച്ച് വയ്ക്കുക. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ കോളത്തിൽ നമുക്ക് പ്രീവിയസ് ഇയർ, രണ്ടാമത്തെ കോളത്തിൽ കറണ്ട് ഇയർ എന്ന് നമുക്ക് ഹെഡിങ് കൊടുക്കാം. മൂന്നാമത്തെ കോളം ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും 4ാമത്തെ കോളം ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലുമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കറണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുകയാണോ കുറയുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ 2 കോളങ്ങളിലായിട്ട് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ഈ ഒരു ഫിഗറും കറണ്ട് ഇയറിലെ ഈ ഒരു ഫിഗറും നിങ്ങൾക്ക് 2 ബാലൻസ് ഷീറ്റ് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്, അതായത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ഈ വർഷം അവസാനത്തിലുള്ള ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും, ആ 2 ഫിഗറുകൾ വെച്ചുകൊണ്ടാണ് നമുക്ക് കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിക്ക് ഇത് കൂടുകയാണോ കുറയുകയാണോ, അത് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അത് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഫിഗറുകൾ കണ്ടെത്തി നമ്മളിങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് കറണ്ട് അസറ്റുകളാണ്. ഇതാണ് സാധാരണ വരുന്ന കറണ്ട് അസറ്റുകൾ. അതുകൂടാതെ അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് കറണ്ട് ലയബിലിറ്റീസാണ്. കറണ്ട് ലയബിലിറ്റീസ് എഴുതണം. അപ്പോൾ കറണ്ട് അസറ്റുകൾ ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലേ. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി മാറിപ്പോകാൻ പാടില്ല. കറണ്ട് അസറ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഫിക്സഡ് അസറ്റ് എടുക്കാൻ പാടില്ല. അപ്പോൾ സാധാരണയായിട്ടുള്ള കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ വരുന്ന കറണ്ട് അസറ്റുകൾ. അതുകൂടാതെ നമുക്ക് കുറച്ചുകൂടെ കറണ്ട് അസറ്റുകളുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്കത് കൂടാതെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, പിന്നെ ബിൽസ് പേയബിൾ, ഇതൊക്കെ എന്താണ് കറണ്ട് ലയബിലിറ്റീസ് ആണ് അല്ലേ. ഫണ്ടി ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് അത് കറണ്ട് ലയബിലിറ്റിയാണ്. ബിൽസ് പേയബിൾ കറണ്ട് ലയബിലിറ്റിയാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ കറണ്ട് ലയബിലിറ്റിയാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കറണ്ട് ലയബിലിറ്റിയാണ്. ഇതൊക്കെയാണ് സാധാരണ വരുന്ന കറണ്ട് ലയബിലിറ്റീസ് വരുന്നത്. കറണ്ട് അസറ്റ്സിൽ നമുക്കിത് കൂടാതെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഒക്കെ കറണ്ട് അസറ്റായിട്ട് നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ, കറണ്ട് അസറ്റിൽ. അതുകൂടാതെ നമുക്ക് അക്രൂഡ് ഇൻകം ഉണ്ട്, ഇങ്ങോട്ട് കിട്ടാനുള്ള ഇൻകം അല്ലേ, കിട്ടാനുള്ള ഇൻകവും അക്രൂഡ് ഇൻകം ഒക്കെ എന്താണ്, അത് നമുക്ക് കറണ്ട് അസറ്റായിട്ടാണ് കരുതുക. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്, അതും കറണ്ട് അസറ്റാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് വരും. അതിനുശേഷം നമ്മളിവിടെ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ നമ്മളിവിടെ എഴുതും. 2 കോളത്തിലെയും ടോട്ടൽ ഇവിടെ നമ്മൾ കാണിക്കും. ഇവിടെ വന്നിരിക്കുന്ന കറണ്ട് ഇയറിലെ പ്രീവിയസ് ഇയറിലെയും കറണ്ട് കറണ്ട് അസറ്റ്സ് നമ്മൾ എടുത്തെഴുതും അല്ലേ, അതിൻ്റെ ടോട്ടൽ എഴുതും. അതിനുശേഷം ഇവിടെ കറണ്ട് ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ എഴുതും. അതുകൂടാതെ ഇതിനനുസരിച്ച് എന്താണ് വ്യത്യാസം ഇവിടെ വന്നിരിക്കുന്നത്, അത് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണോ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുകയാണോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ കോളങ്ങൾ എഴുതും അല്ലേ. അപ്പോൾ ഏതായാലും നമുക്കൊരു പ്രോബ്ലം വെച്ച് ഇത് പഠിക്കാം. ഇപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നാൽ ഒരു പക്ഷേ കൺഫ്യൂഷൻ ആവാം. ഒരു പ്രോബ്ലം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ഈ ഒരു ഷെഡ്യൂൾ മനസ്സിലാക്കി ഒപ്പം തന്നെ പ്രോബ്ലം ചെയ്യാൻ പഠിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഫോളോവിങ് ആർ ദി ബാലൻസ് ഷീറ്റ് ഓഫ് എക്സ് ലിമിറ്റഡ് ഓൺ 31st March 2011 ആൻഡ് 31st March 2012. അതായത് ഈ വർഷാരംഭത്തിൽ 31st March 2011 എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയൊരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന എന്നായിരിക്കും April 1, 2011 അല്ലേ. അതായത് നമുക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിലുള്ള അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ അല്ലേ, പ്രീവിയസ് ഇയറിലെ ബാലൻസ് ഷീറ്റും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വർഷത്തിൻ്റെ അവസാനമുള്ള ആ ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക്
തന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ എ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് ലയബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്, റിസർവ്സ് പറഞ്ഞിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞിട്ടുണ്ട്, മോർട്ട്ഗേജ് ലോൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് അല്ല അല്ലേ. കറണ്ട് ലയബിലിറ്റീസ് പെടുത്താവുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക, സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഈ 3 കറണ്ട് ലയബിലിറ്റീസ് ആണ് ഇതിലുള്ളൂ. അത് 2 വർഷത്തെയും കറണ്ട് ലയബിലിറ്റീസിൻ്റെ എമൗണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. അത് നമുക്ക് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കുന്നത് നമുക്കത് വെച്ച് നോക്കണം. ഇനി കറണ്ട് അസറ്റ്സ് കൂടെ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും പ്ലാന്റ് ആൻഡ് മെഷീനറി ഇതൊക്കെ ഫിക്സ്ഡ് അസറ്റുകളാണല്ലേ. നമുക്ക് കറണ്ട് അസറ്റായിട്ട് വരുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ്, അതായത് സ്റ്റോക്ക് അല്ലേ. പിന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് അഥവാ ഡെപ്റ്റേഴ്സ്, ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലേ. പിന്നെ ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ഇതെല്ലാം എന്താണ്, ഇതൊക്കെയാണ് കറണ്ട് അസറ്റ്സ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ളതും കറണ്ട് അസറ്റ്സ് എന്നുള്ളതും നിങ്ങൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, അതിനുശേഷം നമുക്ക് ഈ ഒരു ഫോർമാറ്റിംഗ് വരയ്ക്കണം അല്ലേ. ഹെഡിങ് ആയിട്ട് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കുക, പർട്ടിക്കുലേഴ്സ് എഴുതുക, പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. നോക്കി, ഇനിയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഫോർമാറ്റ് റെഡിയാണ്. പർട്ടിക്കുലേഴ്സ് എഴുതി, നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് എഴുതി, അതായത് ക്ലോസിംഗ് ഡേറ്റ്, ഈ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റ് എഴുതി അല്ലേ, കറണ്ട് ഇയറിൽ എഴുതി. ദെൻ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് 2 കോളങ്ങൾ കൂടി കൊടുത്തു അല്ലേ. എമൗണ്ടാണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇനി ആദ്യം നമ്മൾ എഴുതേണ്ടതാണ് കറണ്ട് അസറ്റ്സ് ആണ് എഴുതുന്നത് അല്ലേ. ആദ്യം നമ്മൾ കറണ്ട് അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, നമ്മൾ ആദ്യം കറണ്ട് അസറ്റ് എഴുതുന്നു. സ്റ്റോക്ക് ഇൻ ട്രേഡിൽ ഈ എമൗണ്ടുകൾ എഴുതുന്നു. കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് 1,20,000 ആ വർഷവും, ഈ വർഷത്തെ എമൗണ്ട് 1,40,000 നമ്മൾ ഈ വർഷത്തെ കോളത്തിൽ എഴുതുന്നു അല്ലേ. നോക്കിയേ, 1,20,000, 1,40,000 അല്ലേ. ഇത് കഴിഞ്ഞ വർഷം, ഇത് ഈ വർഷം. ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യമാണല്ലേ, നമ്മൾ ജസ്റ്റ് എടുത്ത് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണല്ലേ. കഴിഞ്ഞ വർഷം അത് 1,20,000 ആയിരുന്നു, ഈ വർഷം അത് 1,40,000 മാറിയല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഇവിടെ കൂടുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. 1,20,000, 1,40,000 വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര ആയിട്ട് ഇത് കൂടി, 1,40,000 കൂടിയെന്ന് വെച്ചാൽ എത്ര കണ്ട് അത് വർദ്ധിച്ചിട്ടുണ്ട്, 20,000 രൂപയാണ് കൂടിയിരിക്കുന്നത് അല്ലേ. കാരണം 1,20,000 കൂടെ 20,000 കൂട്ടുമ്പോഴാണ് 1,40,000 വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 20,000 ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. സ്റ്റോക്ക് എന്ന് സംഭവിച്ചത്, അത് സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റാണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആണല്ലേ. അപ്പോൾ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് കൂടുമ്പോൾ എന്താണ്, ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലും കൂടുകയാണല്ലേ. അപ്പോൾ കറണ്ട് അസറ്റ് എത്രയാണോ കൂടിയത് അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയതായിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളത്തിൽ നമ്മൾ ഈ 20,000 കാണിക്കണം അല്ലേ. 20,000 കൂടിയാണ് ചെയ്തിരിക്കുന്നത്. കൂടിയ എമൗണ്ട് എത്രയാണോ അത് മാത്രമാണ് നിങ്ങളിവിടെ കാണിക്കേണ്ടത്, ഓർത്തിരിക്കുക കേട്ടോ. 1,20,000 എന്നുള്ളത് 1,40,000 കൂടി, അപ്പോൾ 20,000 ഇൻക്രീസ് വന്നു വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. കറണ്ട് അസറ്റിൽ കൂടിയതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ അത് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ നമ്മൾ എഴുതി അല്ലേ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ നമ്മളിങ്ങനെ ഹൈഫ്രണ്ടേക്ക് അവിടെ ഒന്നുമില്ല. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ സൺട്രി ഡെപ്റ്റേഴ്സ് എടുക്കുന്നു. സൺട്രി ഡെപ്റ്റേഴ്സ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 60,000, 40,000 അല്ലേ. അത് നമ്മൾ അതാത് കോളങ്ങളിലേക്ക് എഴുതി. 60,000, 40,000. 60,000 എന്നുള്ളത് എത്രയായിട്ട് കുറയുകയാണ് ചെയ്തത്, 40,000 കുറയുകയാണല്ലേ. 60,000 കുറഞ്ഞ എമൗണ്ടാണ് 40,000 അല്ലേ. അപ്പോൾ എത്രയാണ് കുറഞ്ഞിരിക്കുന്നത്, ഇവിടെ 15,000 കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറണ്ട് അസറ്റ് കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് സംഭവിക്കും, വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും അല്ലേ, വർക്കിംഗ് ക്യാപിറ്റലും കുറയും. അപ്പോൾ അതുകൊണ്ട് അത് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിലാണ് 15,000 എഴുതേണ്ടത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇവിടെ അസറ്റ് കൂടുകയാണെങ്കിൽ, കറണ്ട് അസറ്റ് കൂടുകയാണെങ്കിൽ അത് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എഴുതുക, കറണ്ട് അസറ്റ് കുറയുകയാണെങ്കിൽ അത് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എഴുതുക. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള എമൗണ്ടുകൾ നമ്മൾ എടുക്കുന്നു. പ്രീപെയ്ഡ് എക്സ്പെൻസ് എടുത്തു. പ്രീപെയ്ഡ് എക്സ്പെൻസ് കറണ്ട് അസറ്റാണ്. 10,000 എന്നുള്ളത് 20,000 മാറി അല്ലേ. അപ്പോൾ 15,000 എത്ര സംഭവിച്ചു, 15,000 കൂടി. അപ്പോൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ കണ്ടോ 15,000 എഴുതിയിരിക്കുന്നുണ്ടോ. ക്യാഷ് അറ്റ് ബാങ്ക് എടുത്ത് നോക്കുക. ക്യാഷ് അറ്റ് ബാങ്ക് 70,000 എന്നുള്ളത് 50,000 കുറഞ്ഞു അല്ലേ. അപ്പോൾ 20,000 കുറയല്ലേ ചെയ്തത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും 20,000 കുറയും. അപ്പോൾ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ 20,000 എഴുതുന്നു. ക്യാഷ് ഇൻ ഹാൻഡ് എങ്ങനെയാണ്, 20,000 എന്നുള്ളത് 30,000 അപ്പോൾ അത് 10,000 കൂടുകയാണ് ചെയ്തത് അല്ലേ. 20,000 എന്നുള്ളത് 30,000 അപ്പോൾ 10,000 കൂടി. അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമ്മൾ 10,000 എഴുതുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ കറണ്ട് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി. ആദ്യ എമൗണ്ടുകൾ അതാത് കോളത്തിൽ എഴുതി. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ അത് നോക്കിയിട്ട് അത് വർക്കിംഗ് ക്യാപിറ്റലിന് ഇൻക്രീസും ഡിക്രീസും ആയിട്ട് അതാത് കോളങ്ങൾ നമ്മൾ കാണിക്കുകയും ചെയ്തു അല്ലേ. ഇനി ശേഷം എന്ത് ചെയ്യണം, ഇനി ശേഷം നമ്മളിവിടെ കറണ്ട് അസറ്റ് നമ്മളിവിടെ ടോട്ടൽ ചെയ്ത് വെക്കണം. അതായത് ഈ വർഷത്തെ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ ഇതെല്ലാം കൂട്ടുമ്പോൾ, ഇത്രയും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2,80,000 കിട്ടും. ഇനി അടുത്തത് ഈ 2012 ഇത്രയും നമ്മൾ കറണ്ട് അസറ്റ് കൂട്ടുമ്പോൾ നമുക്ക് 2,90,000 കിട്ടും അല്ലേ. അതവിടെ കൂട്ടി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എഴുതേണ്ടത് കറണ്ട് ലൈബിലിറ്റീസ് എന്ന് ഹെഡിങ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇനി കറണ്ട് ലൈബിലിറ്റീസ് ഇവിടെയുള്ളത് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്ന കറണ്ട് ലൈബിലിറ്റീസ് ഈ 3 നമ്മൾ എടുത്ത് എഴുതുകയാണ്. അപ്പോൾ അതിൻ്റെ റൂൾ എങ്ങനെയായിരുന്നു, ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലേ. കറണ്ട് അസറ്റിൽ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത് അല്ലേ. നമുക്ക് നോക്കാം. ഇവിടെ
90,000 1,25,000 ഫണ്ട് ക്രെഡിറ്റേഴ്സ് വരുന്നത് അല്ലേ. അത് നമ്മൾ ആദ്യം എടുത്തെഴുതി 90,000 1,25,000. നമുക്ക് ഇവിടെ ഫണ്ട് ക്രെഡിറ്റേഴ്സ് എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. 90,000 എന്നുള്ളത് 1,25,000 ആയിട്ട് ലയബിലിറ്റി കൂടുകയാണ് ചെയ്തല്ലേ. ലയബിലിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറയുന്നു അല്ലേ. നമ്മൾ നേരത്തെ കണ്ടതാണ്. നമ്മൾ കറണ്ട് അസറ്റ്സിൻ്റെ കേസിലാണ് കറണ്ട് അസറ്റ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുമായിരുന്നു. പക്ഷേ കറണ്ട് ലയബിലിറ്റിയുടെ കേസിൽ എങ്ങനെയാണ്? അത് കറണ്ട് ലയബിലിറ്റി കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളത്തിൽ അതിനെ കാണിച്ചിരിക്കുന്നത് 35,000 എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ കറണ്ട് ലയബിലിറ്റി കുറയുകയാണ് ചെയ്തിരിക്കുന്നത്, കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. എന്ത് ചെയ്യണം? നിങ്ങൾ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കാണിക്കേണ്ടതാണ്. അടുത്ത നമുക്ക് നോക്കാം. ബിൽസ് പേബിൾ ആയിട്ട് എടുക്കുക. ആ ഒരു കറണ്ട് ലയബിലിറ്റിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? 30,000 എന്നുള്ളത് 25,000 ആയിട്ടല്ലേ. അത് കുറഞ്ഞു അല്ലേ, 5,000 രൂപ കുറഞ്ഞു. അപ്പോൾ ലയബിലിറ്റി കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് സംഭവിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളത്തിൽ 5,000 രൂപ നമ്മൾ കാണിക്കേണ്ടതാണ് അല്ലേ. അടുത്ത ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അതും കറണ്ട് ലയബിലിറ്റിയാണ്. 26,000 എന്നുള്ളത് 30,000 ആയിട്ട് കൂടി അല്ലേ. അത് 10,000 രൂപ കൂടി. 10,000 രൂപ കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് സംഭവിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും അല്ലേ. 10,000 അവിടെ എഴുതി. ഓക്കെ, ഇനി നമ്മൾ കറണ്ട് അസറ്റ് ഇപ്പോൾ എല്ലാം കറണ്ട് ലയബിലിറ്റി എല്ലാം തീർന്നു അല്ലേ. 3 ഉള്ളൂ. നമ്മളിവിടെ കറണ്ട് അസറ്റ് ടോട്ടൽ ചെയ്തപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസും കണ്ടുപിടിക്കണം അല്ലേ. 2 കോളങ്ങളിൽ ഇത്രയും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? 1,40,000 കിട്ടും. ഇത്രയും എമൗണ്ടുകൾ കറണ്ട് ലയബിലിറ്റി കൂട്ടുമ്പോൾ നമുക്ക് 1,80,000 കിട്ടും. അപ്പോൾ ടോട്ടൽ കറണ്ട് അസറ്റ്സ് നമ്മൾ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമുക്ക് 2-3 കാര്യങ്ങൾ കൂടി ചെയ്യാനുള്ളത്. ഒന്ന്, വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഈ 2 കേസിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമുക്കറിയാം കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണല്ലേ. അതായത് ആദ്യത്തെ വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. 2011 വർക്കിംഗ് ക്യാപിറ്റൽ 2,80,000 കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ. അതിൽ നിന്ന് ആ വർഷത്തെ കറണ്ട് ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ കുറയ്ക്കുമ്പോൾ, അതായത് 2,80,000 മൈനസ് 1,40,000 നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും 1,30,000 അല്ലേ. ഇത് ഏത് വർഷത്തെയാണ്? ഈ കഴിഞ്ഞ വർഷത്തെ 2011 അല്ലേ. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത വർഷത്തെ കണ്ടുപിടിക്കുകയാണ്. ആ വർഷത്തെ ടോട്ടൽ കറണ്ട് അസറ്റ്സിൽ നിന്ന് ആ വർഷത്തെ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ്, അതായത് 2,90,000 നിന്ന് 1,80,000 നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് കിട്ടും അല്ലേ. 1,05,000. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ 1,30,000. ഈ വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 1,05,000. അപ്പോൾ 1,30,000 നിന്ന് 1,05,000 ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് സംഭവിച്ചു? കുറയുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് അല്ലേ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? നെറ്റ് ഇഫക്റ്റിൽ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കഴിഞ്ഞ വർഷത്തേക്കാളും കുറയാണ് ചെയ്തിരിക്കുന്നത്. എത്രയാണ് കുറവ് വന്നിരിക്കുന്നത്? നമ്മൾ ആ കുറഞ്ഞ വർഷം നമ്മളിവിടെ കാണിക്കുക അല്ലേ. എവിടെയാണോ കുറവ് വന്നിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ഈ 30,000 ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ഈ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 30,000 എവിടെയാണ് എഴുതേണ്ടത്? നമ്മുടെ അക്കൗണ്ടൊക്കെ ബാലൻസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ കുറഞ്ഞ സൈഡിൽ എത്രയാണോ കുറവ് അത് എഴുതി ചേർക്കണം അല്ലേ. 30,000 കുറവല്ലേ. അപ്പോൾ ഈ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇതാണ് അതിൻ്റെ ആൻസർ. 30,000 രൂപ എന്നുള്ളത് നമ്മൾ എവിടെ എഴുതണം? ആ കുറവുള്ള സൈഡിൽ അല്ലേ. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 1,70,000 കുറയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ അതിൻ്റെ താഴെയായിട്ട് ഇതുകൂടെ കാണിച്ചു കേട്ടോ. ഇവിടെ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് വരയ്ക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? അതിനുശേഷം ഈ 1,30,000 ഇങ്ങോട്ട് ഇറക്കി എഴുതി ടോട്ടൽ എഴുതുക. ഈ 1,05,000 30,000 കൂട്ടുമ്പോൾ ഇവിടെ നമുക്ക് 1,30,000 കിട്ടും അല്ലേ. അപ്പോൾ രണ്ടിടത്തും 1,30,000 ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ടോട്ടൽ ചെയ്ത് അങ്ങനെ താഴോട്ട് ഇറക്കി കാണിക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒരു കോളം ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും ഈ കോളം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്തിടണം. ടോട്ടൽ ചെയ്തതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആ ഒരു സ്ഥലത്ത് നമ്മൾ 30,000 കൂടി ഇവിടെ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഈ 30,000 കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കിവിടെ 80,000 കിട്ടുള്ളൂ അല്ലേ. ഇവിടെ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മുഴുവനായിട്ട് നമ്മളിവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 80,000 കിട്ടും. നമുക്ക് കുറവ് വരുന്ന ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു കോളത്തിലായിരിക്കും. അവിടെയും കൂടി നമ്മൾ ഈ 30,000. അപ്പോൾ എവിടെയാണ് കുറവ് വരുന്നത് അവിടെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കോളത്തിൽ തന്നെ കുറവ് വരുള്ളൂ. അവിടെ നിങ്ങൾ ഈ 30,000 കൂടി ആഡ് ചെയ്ത് കാണിച്ചതിന് ശേഷം 80,000 അടുത്ത് നിങ്ങൾ 80,000 ആയിട്ട് കാണിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 30,000 രൂപ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഇതുപോലെ തന്നെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഇതിനകത്ത് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലായെന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു 2 പ്രോബ്ലംസ് കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഈ 2 പ്രോബ്ലംസ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത് വെച്ചോ, വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചോ നിങ്ങളൊരു പ്രോബ്ലം ചെയ്ത് നോക്കണം. ഇതാണ് ഒന്നാമത്തെ പ്രോബ്ലം. ഇത് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ രണ്ടാമത്തെ പ്രോബ്ലം, ഇതാണ് രണ്ടാമത്തെ പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലം ചെയ്യുക കേട്ടോ. ഈ 2 പ്രോബ്ലം ചെയ്തിട്ട് നിങ്ങൾ ഉത്തരം ശരിയാണെന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഫോളോ ചെയ്തിട്ട് നിങ്ങളത് ചെയ്ത പ്രോബ്ലം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ ആൻസർ ഇതാണോ എന്നാണെങ്കിൽ സംശയമെങ്കിൽ അത് ചോദിക്കുക. ആൻസർ നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സംശയം തോന്നുകയാണെങ്കിൽ
നിങ്ങൾ ആ ഒരു ചെയ്ത പ്രോബ്ലം ഒന്ന് ഫോട്ടോ എടുത്തൊന്ന് അയച്ചേക്കുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് അവർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഏതെങ്കിലും കറണ്ട് അസറ്റ് ആണോ കറണ്ട് ലയബിലിറ്റി ആണോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കാം. ഓക്കെ, താങ്ക്